ദൈവത്തിന് മഹത്വം. ദൈവവചനത്തിന്റെ പ്രായോഗികത. അവരെപ്പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായ്കൊണ്ട് കേട്ടവചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എബ്രായർ 4:2. നിത്യരാജ്യമാകുന്ന സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ആദ്യം ലഭിച്ചവരുടെ ജീവിതത്തിൽ ആ വാഗ്ദത്തവചനം വിശ്വസിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുനിമിത്തം കേട്ടവചനം അവർക്ക് ഉപകാരമായി വരായ്കയാൽ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനും കഴിഞ്ഞില്ല. അതേ സദ്വർത്തമാനം ദൈവം നമ്മെയും കേൾപ്പിക്കുമ്പോൾ ആ കാര്യം അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചത് നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയിരിക്കുന്നു. അവർക്ക് സംഭവിച്ചത് നമുക്ക് ദൃഷ്ടാന്തമാക്കിയത് നാം അതുപോലെ ആകാതിരിപ്പാനാണ്. ആകയാൽ നാം കേൾക്കുന്നതായ സദ്വർത്തമാനങ്ങൾ അഥവാ ദൈവിക വാഗ്ദത്തമായ ദൈവവചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരമായി വരണം. റോമാലേഖനത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്ന് കാണാം. അതായത് നാം കേട്ടവരായെങ്കിലേ നമ്മിൽ വിശ്വാസമുണ്ടാകൂ. കേൾക്കാത്തതിനാൽ വിശ്വസിക്കാൻ കഴിയുകയില്ല. എന്നാൽ ചെവിയുള്ള സകല മനുഷ്യർക്കും കേൾക്കാൻ കഴിയുകയില്ലയോ? കേൾക്കണമെങ്കിൽ ഒന്നാമത് ദൈവവചനം കേൾക്കേണ്ടതിനായുള്ള വിശപ്പും ദാഹവും ഉള്ളവരായി തീരണം. ദൈവവചനം കേൾക്കണം എന്നുള്ള ഒരു ആർത്തി നമുക്കുണ്ടായെങ്കിലേ തൃപ്തി ലഭിക്കുകയുള്ളൂ. രണ്ടാമത് ദൈവവചനം കേൾക്കേണ്ടതിനായി അധികാലത്തെ ദേവാലയത്തിൽ ദൈവസന്നിധിയിൽ കൂടി വരണം. അതിനായി ദൈവവചനം പ്രഘോഷിക്കുന്നിടത്ത് വന്ന് കേൾപ്പാൻ ഉത്സാഹിക്കണം. വീട്ടിലോ മറ്റ് സ്ഥലങ്ങളിലോ ആയിരുന്നാൽ കേൾപ്പാൻ കഴിയുകയില്ല. ഇനിയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് യേശു പലപ്പോഴും പറയുമ്പോൾ കേൾക്കത്തക്കതായ ചെവിയുണ്ടാകണം. വ്യക്തതയോടെ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് രാവിലെ തോറും ദൈവം നമ്മുടെ ചെവിയുണർത്തി ചെവിയെ തുറക്കുവാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ ദൈവമായ യഹോവയുടെ വാക്ക് ശ്രദ്ധയോടെ മനസ്സുവെച്ച് കേൾക്കുന്നവരാകാം. റോമാലേഖനത്തിൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും എന്ന് കാണുന്നതിനാൽ നാം കേൾക്കുന്നത് ക്രിസ്തുവിന്റെ വചനങ്ങൾ തന്നെയായിരിക്കണം. ഇന്ന് അനേകർ മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ വ്യർത്ഥമായി ഭജിക്കുന്നവരാകുന്നു. ആകയാൽ അവർ കേൾപ്പിക്കുന്നതായ വചനങ്ങളും ഉപദേശങ്ങളും കേൾവിക്കാരിൽ വിശ്വാസമായി തീരുന്നില്ല. താൻ കൽപ്പിച്ചവയെ ഉപദേശിപ്പാനാണ് തന്റെ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടുതന്നെ അപ്പോസ്തലനായ പൗലോസ് തന്റെ അനുഭവം പറയുമ്പോൾ തനിക്കൊരു പ്രത്യേക ധൈര്യമുണ്ടായിരുന്നു. താൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടുള്ള പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത് എന്ന് ധൈര്യമായി പറയുന്നു. കർത്താവിന്റെ അന്ത്യത്താഴത്തിൽ താൻ പങ്കെടുത്തില്ല എങ്കിലും കർത്തൃമേശയുടെ അനുഭവത്തെ പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് നമുക്ക് ഏൽപ്പിച്ചു തരുന്നു. ആ കാലത്ത് സർവ്വജനത്തിനും ബഹുമാനമുള്ള ഗമാലിയേൽ എന്ന ധർമ്മോപദേഷ്ടാവ് യെരുശലേമിലുണ്ടായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ കാൽക്കലിരുന്ന് ന്യായപ്രമാണത്തെ സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനാണ്. എന്നാൽ താൻ ദൈവഭാഗത്തേക്ക് വന്ന് യേശുവിന്റെ ശിഷ്യനായപ്പോൾ പ്രമാണികളായവർ തനിക്കൊന്നും ഉപദേശിച്ചു തന്നിട്ടില്ല എന്ന് പറയുന്നു. മനുഷ്യരോട് പഠിക്കുകയോ പ്രാപിക്കുകയോ ചെയ്യാതെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാടിനാലാണ് പ്രാപിച്ചത് എന്ന് താൻ അഭിമാനിക്കുന്നു. ആകയാൽ ദൈവത്തിന്റെ തൃക്കൈയിലിരിക്കുന്ന അവന്റെ വിശുദ്ധനായ ശുശ്രൂഷകരെല്ലാവരും തന്റെ തൃക്കൈയിലിരുന്ന് തിരുവചനങ്ങളെ പ്രാപിക്കുന്നവരാകണം. ദൈവത്തിന്റെ ആലോചനാ സഭയിൽ നിന്ന് ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് അത് ജനത്തെ കേൾപ്പിക്കുവാൻ ഉത്സാഹിക്കുന്നവരാകണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം തന്റെ ജനത്തോട് അവരവരുടെ അവസ്ഥയ്ക്ക് ഏറ്റവണ്ണം ഇടപെടുന്നു. മഞ്ഞുപോലെയും ഇളംപുല്ലിനു പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ദൈവിക ഉപദേശങ്ങളും വചനങ്ങളും ഇവരിലൂടെ ദൈവം നൽകും. ദൈവത്താൽ ദൈവാത്മാവിനാൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അത് തങ്ങളുടെ ഭാഷയിൽ തങ്ങളോട് തന്നെ സംസാരിക്കുന്നതായി തോന്നിയിട്ട് അവരിലെ ക്രിസ്തുവിന്റെ വചനം വിശ്വാസമായി തീരും. മറ്റൊരു നിലയിൽ ആടുകളുടെ അവസ്ഥയെ അറിയുവാൻ ജാഗ്രതയുള്ള ഇടയന്മാർ അതിനേറ്റ വചനങ്ങളെ ഉപദേശങ്ങളെ ദൈവത്തിൽ നിന്ന് വാങ്ങി ജനത്തിനു കൊടുക്കുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ ഉപകാരമായി തീരത്തക്കവണ്ണം വിശ്വാസമായി പരിണമിക്കും. തന്റെ കുടുംബക്കാരെ ഒക്കെയും സ്നേഹിതരെയും ഭവനത്തിൽ കൂട്ടിവരുത്തിയ കൊർണോലിയസ് പത്രോസിനോട് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ വരുന്നതായ ദൈവമക്കൾ കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന്റെ മുൻപാകെ കൂടിയിരിക്കുന്നു എന്ന മനോഭാവത്തോടെ കൂടി വരുന്നവരാകണം. ദൈവത്തിന്റെ കൽപ്പനകൾക്കായി വാഞ്ചിക്കുന്നവരായി ദൈവസന്നിധിയിൽ വായു തുടർന്ന് ദൈവം തങ്ങളുടെ ജീവിത നിലവാരത്തിനും അവസ്ഥയ്ക്ക് നേറ്റവണ്ണം സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാകണം. അങ്ങനെയെങ്കിൽ യഹോവയുടെ മനസ്സ് തിരുസന്നിധിയിലിരുന്ന് ആരാഞ്ഞറിയുന്ന ശുശ്രൂഷകരെ ദൈവം നമുക്ക് നൽകും. അഥവാ യഹോവയുടെ മനസ്സിനത്തെ ഇടയന്മാരെ ദൈവം നൽകിയിട്ട് അവർ ദൈവികജ്ഞാനത്തോടും ബുദ്ധിയോടും സഭയെ നടത്തത്തക്കവണ്ണം ദൈവശബ്ദം കേൾപ്പിക്കയാൽ അത് ജനത്തിന്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കും, പ്രയോജകമായി തീരും. ഇനിയും യാക്കോബിന്റെ ലേഖനത്തിൽ ഒരുത്തന് വിശ്വാസമുണ്ട് എന്ന് പറയുകയും അവന് പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ അതുകൊണ്ട് എന്ത് ഉപകാരമെന്ന് ചോദിക്കുന്നു. ആകയാൽ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം സ്വതവേ നിർജീവവും അതിനാൽ തന്നെ അത് നിഷ്ഫലവുമാണെന്ന് നാം ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ നമ്മുടെ വിശ്വാസം നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ നമ്മുടെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചിട്ട് പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി തീരണം.
അബ്രഹാമിനെക്കുറിച്ച് തന്റെ മകനെ യാഗപീഠത്തിൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാൽ താൻ നീതീകരിക്കപ്പെട്ടതിനാൽ തന്റെ വിശ്വാസം തനിക്ക് നീതിയായി കണക്കിട്ടു എന്ന തിരുവെഴുത്ത് നിവൃത്തിയായി എന്ന് കാണാം. അങ്ങനെ നമ്മുടെ വിശ്വാസം നമുക്ക് ഉപകാരമായി തീർന്നുവെന്നത് നമ്മിലും നിവർത്തിക്കപ്പെടും. ഉദാഹരണമായി സങ്കീർത്തനം 133 സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് ഏറ്റവും ശുഭവും മനോഹരവുമായി കാണപ്പെട്ടിട്ട് അവിടെ ദൈവം അനുഗ്രഹവും ശാശ്വതമായുള്ള ജീവനും കൽപ്പിച്ചിരിക്കുന്നുവെന്ന് വായിക്കുന്നു. ഈ വചനം കേട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ അനുഗ്രഹങ്ങളെയും ശാശ്വതമായ ജീവനെയും പ്രാപിക്കത്തക്കവണ്ണം ആ വചനങ്ങൾ തനിക്ക് ഉപകാരമായി വരണമെങ്കിൽ അവിടെ പറയപ്പെട്ടിരിക്കുന്നത് പോലെ തന്റെ കുടുംബം ഐക്യത്തിൽ തികഞ്ഞവരാകത്തക്കവണ്ണം ഒരു മനസ്സാടും സന്തോഷത്തോടും ഒത്തൊരുമിച്ച് വസിക്കുന്നവരാകണം. പാലമരത്തിന്റെ കായ പിരിഞ്ഞിരിക്കുന്നത് പോലെ പിരിഞ്ഞു ജീവിച്ചാൽ വചനം ഉപകാരമായി വരികയില്ല. ഏശാവും യാക്കോബും പോലെ ഹൃദയത്തിൽ പകയും ഉപായവും വെച്ചുകൊണ്ട് ഒരു മമ്മയുടെ മക്കളായി ഒരു വീട്ടിൽ ഒരുമിച്ച് ജീവിച്ചാലും ഹൃദയങ്ങളെ അറിയുന്ന ദൈവം അവരെ തമ്മിൽ വേർപിരിക്കുകയല്ലാതെ അനുഗ്രഹിക്കുകയില്ല. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ സൂക്ഷിക്കുന്നവരാകുമെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ടാകും. റോമാലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന കാര്യം പറയുമ്പോൾ റോമർ 4-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചാൽ വിശ്വാസത്താലുള്ള നീതീകരണം കൃപയായി കണക്കിട്ട് കൃപാദാനത്താൽ ഒരുത്തൻ രക്ഷ പ്രാപിക്കുന്ന കാര്യത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ദാനമായ രക്ഷ പരിച്ഛേദനയാലോ മറ്റു ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലോമല്ല, കൃപയാൽ യേശുക്രിസ്തുവെങ്കിലുള്ള വിശ്വാസം മൂലമാണ് നമുക്ക് ലഭ്യമാകുന്നത്. എന്നാൽ മർക്കോസ് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന യേശു വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. വിശ്വാസമില്ലാത്തവൻ അതിന്റെ പ്രവൃത്തിയായ സ്നാനം ഏൽക്കായകയാൽ കൃപയാലുള്ള രക്ഷാദാനമെന്ന വാഗ്ദത്തം തനിക്ക് ഉപകാരമായി തീരാത്ത ശിക്ഷാവിധി വരുന്നു. റോമർ 6-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ നമ്മോട് പറയുമ്പോൾ മുൻപേ പാപത്തിന് ദാസരായിരുന്നവർ തങ്ങളെ പതിപ്പിച്ച സ്നാനം എന്ന ഉപദേശരൂപത്തെ വിശ്വസിച്ചിട്ട് ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ അവർ നീതിക്ക് ദാസരായി നീതീകരിക്കപ്പെട്ടവരാകുന്നുവെന്ന് ബോധ്യപ്പെടുത്തുന്നു. അബ്രഹാം വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ 2 വ്യക്തതകൾ പറയുന്നു. 1, മരിച്ചവരെ ജീവിപ്പിക്കുന്ന ദൈവം. 2, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്ന ദൈവം. ഇതിൽ രണ്ടാമതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ അബ്രഹാമിന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു വിശ്വസിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നതല്ലാതെ തനിക്ക് മറ്റൊന്നും പ്രവർത്തിക്കേണ്ടതില്ലായിരുന്നു. ഇവിടെ താൻ നീതീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നീതീകരണത്തിന്റെ 1-ാം ഭാഗമായി മാത്രം നമുക്ക് കാണാം. താൻ വിശ്വസിച്ച ദൈവത്തിന്റെ മറ്റൊരു വ്യക്തതയായ മരിച്ചവരെ ജീവിപ്പിക്കുന്നവൻ എന്ന അനുഭവമായി വിശ്വാസത്തിന്റെ 2-ാം ഭാഗമാണ് യാക്കോബിന്റെ ലേഖനത്തിൽ കാണുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നതിനാൽ ഇസഹാക്കിനെ യാഗപീഠത്തിൽ അർപ്പിക്കേണ്ട പ്രവൃത്തി ചെയ്തുവെങ്കിലേ തന്റെ വിശ്വാസം വെളിപ്പെടുവാനിടയാകുകയുള്ളൂ. അങ്ങനെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചിട്ട് പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി തീർന്നപ്പോൾ വിശ്വാസം നീതിയായി കണക്കിട്ടുവെന്ന് തിരുവെഴുത്തിന് നിവൃത്തി വരുവാനിടയാകുകയാണ്. ഇസഹാക്കിന്റെ ജനനത്തിങ്കിൽ വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് വിശ്വാസത്തിന്റെ ആദ്യ ഭാഗം വെളിപ്പെടുത്തിയ അബ്രഹാം ഇസഹാക്കിനെ യാഗമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോഴാണ് നീതീകരിക്കപ്പെട്ടുവെന്ന് തിരുവെഴുത്ത് നിവൃത്തിയാകുന്നത്. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നതായ ക്രിസ്തുവിന്റെ വചനങ്ങൾ നമ്മിൽ വിശ്വാസമായി പരിണമിച്ചിട്ട് നാം അതിനേറ്റ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ വിശ്വാസം നമ്മിൽ പൂർണ്ണമായി തീരുവാനിടയാകുന്നു. അപ്പോൾ ദൈവം തന്റെ വചനത്തെ നമുക്കായി നിവർത്തിച്ചിട്ട് അതിനാലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിച്ച് നമുക്ക് ആ ദൈവവചനം ഉപകാരമായി വരുന്നു. നമ്മുടെ പിതാവായ ദൈവം ഈ അനുഭവങ്ങൾക്ക് നമ്മെ യോഗ്യമാക്കി തീർത്ത് തന്റെ അനുഗ്രഹപൂർണ്ണതയാൽ നിറച്ച് തിരുനാമം മഹത്വപ്പെടുത്തുമാറാകട്ടെ.